ഹായ്. വളരെ ഈസി ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്, സ്കിൻ കെയർ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉപയോഗിച്ച് ഈ ഒരു ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് കാണിച്ചു തരാം വിത്ത് പ്രൊഡക്ട്സ് ലിങ്ക്സ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിന് വളരെ ഈസി ആയിട്ടും ക്വിക്കായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ പ്ലസ് സ്കിൻ മേക്കപ്പ് റൂട്ടീനായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ലെറ്റ്സ് പ്രിപ്പയർ അവർ സ്കിൻ ആൻഡ് സീ. എൻ്റെ സ്കിൻ കുറച്ച് ടാൻഡാണ്, ആക്നി പ്രോൺ സ്കിൻ അല്ല, ബട്ട് സ്റ്റിൽ സെൻസിറ്റീവ് അല്ലെങ്കിൽ പോലും ചെറിയ രീതിക്ക് പിമ്പിൾ ഉണ്ട് ആൻഡ് സി പോഴ്സ് ഉണ്ട്. ഒരു ബേണിംഗ് മാർക്ക് ഉണ്ട്. എനിക്കൊരു ആക്സിഡൻ്റ് എടുത്ത് തന്നിരുന്നു. സോ അതിനുശേഷം ഇവിടെ വന്നൊരു വലിയൊരു ബേണിംഗ് മാർക്ക് ഉണ്ടായിരുന്നു, കുറഞ്ഞു വന്നു. സോ എനിഹൗ എല്ലാവർക്കും കൂടെ ഉള്ള എല്ലാ സ്കിൻ കൺസേണിനും കൂടിയിട്ടുള്ളൊരു സ്കിൻ പ്രിപ്പറേഷന് ശേഷമാണ് ഞാൻ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്കിൻ പ്രിപ്പറേഷൻ. സോ ഫോർ ദാറ്റ് ആദ്യം എൻ്റെ മുടി കൊടുക്കണം. സോ എൻ്റെ ഒരു ഇതാണ് ലൈക്ക് എൻ്റെ ഹെയർ ഇപ്പോൾ കുറച്ച് ഡ്രൈ ആണ്. സോ അതുകൊണ്ട് ഞാൻ ആദ്യം എൻ്റെ മുടിയിൽ ദിസ് വൺ ഡബിൾ റിച്ച് പെർഫ്യൂം ബാലൻസിങ് വാട്ടർ ടർമറിക് സ്പ്രേ ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്യുന്നുണ്ട്. ലൈക്ക് 1 2 3 4 ദാറ്റ്സ് ഇനഫ്. So for first എൻ്റെ സ്കിൻ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് ആൻഡ് എൻ്റെ സ്കിൻ ടോൺ ഒരു മീഡിയം ടു ഡീപ്പ് ടാൻഡ് സ്കിന്നാണ്. സോ എനി സ്കിൻ പ്രിപ്പറേഷൻ ഐ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ടോണർ. ഞാൻ യൂസ് ചെയ്യുന്ന 3 ടോണർ കാണിച്ചു തരാം. ദിസ് വൺ ഈസ് ഫ്രം കോട്ടലി, വെരി ഗുഡ് പ്രൊഡക്റ്റ് ബട്ട് ഇറ്റ്സ് കൈൻഡ് എക്സ്പെൻസീവ്. ദെൻ പ്ലമ്മിൻ്റെ നയാസിമൈഡ്, ദിസ് വൺ ആൻഡ് റീകോഡിൻ്റെ ഹ്യാലുറോണിക് ആസിഡ് ഗ്ലോ മിസ്റ്റ്. സോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഹ്യാലുറോണിക് ആസിഡിൻ്റെ ഗ്ലോ മിസ്റ്റാണ്. ബിക്കോസ് ആസ് ഓഫ് നൗ എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആണ്. സോ എനി ടൈം ഇസ് ഡ്രൈ ഐ ഓൾവേസ് ഗോ ഫോർ ഹ്യാലുറോണിക് ആസിഡ്. ഒരു 2 or 3 സ്പ്രേഡ് ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ണിലാവാൻ ശ്രദ്ധിക്കണം, കണ്ണിലായി തിരിയും. ദിസ് ഈസ് ക്വിക്ലി അബ്സോർബിംഗ് ആണ്. ഹ്യാലുറോണിക് ആണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ്. ഇറ്റ് ഈസ് റിയലി ഗുഡ് ഫോർ ഡ്രൈ സ്കിൻ ആൻഡ് കോമ്പിനേറ്റഡ് സ്കിൻ ടു. ആൻഡ് ഈവൻ ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും വീക്ക്ലി വൺസ് ഓർ ട്വൈസ് hyaluronic acid is a must go. And as of now ഞാൻ conditioner serum വൈറ്റ് സീഡിൻ്റെ ബ്രൈറ്റനിങ് സെറം ബ്രൈറ്റ് മോയ്സ്ചർ 30 ml ഒരു സെറാണ്. ഇത് ലൈക്ക് ജസ്റ്റ് എനി ടൈം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് സ്കിൻ ടോൺകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് മാത്രം ഇട്ടിട്ട് സെറം അബ്സോർബ് ആയിട്ടുണ്ട്. Now we are going for a moisturizer and ഞാനൊരു 4-5 മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് വൺ പ്ലമ്മിൻ്റെ ഈ മോയ്സ്ചറൈസറാണ് എനിക്ക് യൂസ് ചെയ്തതിൽ ഏറ്റവും അടിപൊളിയായിട്ട് നോക്കി. വളരെ വെളിച്ചം, പക്ഷേ എനിക്ക് യൂസ് വളരെ കുറച്ച് മാത്രം മതി. Moisturizer apply to, so let it absorb. It will take like maximum 2-3 minutes. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സ്കിൻ പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും സ്കിൻ മേക്കപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഗീവ് ലൈക്ക് 30 to 1 minute ബ്രേക്ക് അറ്റ്ലീസ്റ്റ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു
ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് കൊടുക്കുന്ന ടൈമിംഗ് ആണത്. ഓക്കെ, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ മോയ്സ്ചറൈസർ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ യൂസ് ചെയ്യുന്നതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസർ ഇതാണ്. ബട്ട് സെയിം ടൈം ഞാൻ യൂസ് ചെയ്യുന്ന വേറെ 2 മോയ്സ്ചറൈസർ കാണിച്ചു തരാം. ദിസ് വൺ ഹൈഫണിൻ്റെ പെപ്റ്റൈഡ് ആണ്. ഇതിൻ്റെ മെയിൻ കണ്ടന്റ് 2% പെപ്റ്റൈഡ് ഉണ്ട്. ഇത് ഒരു സ്പോൺസേർഡ് ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. ബട്ട് ഓണസ്റ്റ്ലി ദിസ് ഈസ് വെരി ഗുഡ് ഫോർ എസ്പെഷ്യലി കോമ്പിനേഷൻ വിത്ത് ഓയിലി സ്കിൻകാർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിൻ്റെ കൺസേൺ ഉണ്ടാക്കിയിട്ടുള്ളൊരു പെപ്റ്റൈഡ് ക്രീമാണ്. ഇതിൽ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കോസാറക്സിൻ്റെ അഡ്വാൻസ്ഡ് നെയിൽ 92 ഓൾ ഇൻ വൺ ക്രീമാണ്. ഇതും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ സ്കിൻ ഓയിൽ ആയതുകൊണ്ടും കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ടും എനിക്കിത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഐ യൂസ് ഇറ്റ് ലൈക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് സൺസ്ക്രീൻ. ഇതാണ് ആസ് ഓഫ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. ഇത് മെഡഗാസ്കർ ചങ്ങലയുടെ എയർ ഫിൽ സൺസ്ക്രീൻ SPF 50+++, PA++++ ആണ്. ബട്ട് ഈ സൺസ്ക്രീനിൻ്റെ മെയിൻ പ്രശ്നം നല്ല രീതിയിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കും. ഭയങ്കര പ്രൊട്ടക്ഷനാണ്. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് പുറത്ത് പോയി അത്യാവശ്യം ടാൻ ഉണ്ടായാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ടാനൻസ് പോലെ തോന്നില്ല. ബട്ട് സ്റ്റിൽ ഇത് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കും. വെറുതെ ഒരു സ്കിൻ കെയർ മാത്രം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി വെരി ഗുഡ് ഗോ. ബട്ട് മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ സൺസ്ക്രീൻ റെക്കമെൻഡ് ചെയ്യില്ല. ആസ് ഓഫ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് പുറത്ത് പോകുന്നില്ല. ഇവിടെ അടുത്തുള്ളൊരു പ്രോബ്ലമാണ്. സോ പുറത്ത് പോകാത്തത് കൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. ബട്ട് ഗൈസ് ഇവിടെ പോയാലും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് മാത്രം പോവുക. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ വളരെ അടുത്താണ് പോകുന്നത്. മാത്രമല്ല സൺസ്ക്രീൻ അപ്പുറത്തായിരിക്കുന്നത്. ഞാൻ അവിടെ പോയിട്ട് എനിക്ക് മടി ആയതുകൊണ്ടും ഐ ഫീൽ ലൈക്ക് നോട്ട് ടുഡേ. ഓക്കെ, ഏതൊരു വേ ഇറ്റ് വിൽ ബി നൈറ്റ് ടൈം. സോ അത് കഴിഞ്ഞു. സോ നമ്മളിനി സൺസ്ക്രീൻ കഴിഞ്ഞാൽ പ്രൈമർ. ഓക്കെ, പ്രൈമർ നീ യൂസ് ചെയ്യുന്ന 2-3 പ്രൈമറുകളുണ്ട്. പക്ഷെ ഒന്നും കാണുന്നില്ല. 2 പ്രൈമറോടെ കാണുന്നുള്ളൂ. വൺ ഈസ് സ്വിസ് ബ്യൂട്ടിയുടെ. ദിസ് ഈസ് വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദിസ് ഈസ് എ വെരി ഗുഡ് ഹൈലൈറ്റർ. ഹൈലൈറ്ററിൻ്റെ കൂടെ മിക്സ് ചെയ്തും അല്ലാതെയും ഫൗണ്ടേഷൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്താൽ വേണ്ടിയിട്ടുള്ളൊരു ഹൈലൈറ്ററാണ്. സോറി, പ്രൈമറാണിത്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. റേറ്റിന് ഓർക്കുന്നില്ല, ഇത് സ്പോൺസറായിട്ട് കിട്ടിയതാണ്. ബട്ട് ദിസ് ഈസ് എ വെരി ഗുഡ് ഗോ. ആൻഡ് ഇതിനേക്കാളും കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി ലൈഫ് 52ൻ്റെ ഗോബ്ലർ പെപ്റ്റൈഡ് പ്രൈമറാണ്. ഇതും നല്ലൊരു പ്രൈമറാണ്. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് മുഖത്തിട്ട് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ സ്കിൻ വേറെ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതൊന്നും ഇതാവുന്നില്ല. നമുക്ക് അത്രത്തോളം ഒരു പ്രൊട്ടക്ഷൻ തരും അത്. ബട്ട് ഇപ്പം ഞാൻ ഒരു നൈറ്റ് പാർട്ടിക്ക് പോകുന്നത് കൊണ്ടും ഹൈലൈറ്റർ ആണെങ്കിൽ ഹൈലൈറ്റിംഗ് ആണ് മെയിൻ ആയിട്ട് വേണ്ട ഒരു സംഭവം എന്നുള്ളതുകൊണ്ടും ഐ എം ഗോയിങ് വിത്ത് സ്വിസ് ബ്യൂട്ടി റിയൽ മേക്കപ്പ് ബേസ്. ഓക്കെ, വളരെ കുറച്ച് മതി. ദിസ് മച്ച്. Primer done. As I told you, ഒരു 30 സെക്കൻഡ് to 1 minute ഒന്ന് സെറ്റിംഗ് ടൈം കൊടുക്കുക. ആ ടൈമിൽ ഞാൻ ചെയ്യുന്ന വേറൊരു സ്റ്റെപ്പാണ് ലെൻസ് വെക്കുക എന്നുള്ളത്. ബട്ട് ലെൻസ് വെക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. ആൻഡ് മെയിൻ തിങ്, ഈ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലായിട്ട് ഭയങ്കര ഉദ്ദേശം വരുന്നുണ്ട്. സോ ലെൻസ് ഐ എം സ്കിപ്പിംഗ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ തിങ്സ് ആർ ഡിഫറെൻറ്റ് ഹിയർ. ലൈക്ക് ഇത് വരെ എല്ലാവർക്കും കോമൺ ആണ് ഈ ഒരു സംഭവം. ഇത് കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ട്സ് നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. സോ എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അണ്ടർ ഐ സർക്കിളുണ്ട്. ആൻഡ് ഐ ബാഗ്സും ഉണ്ട്. ഐ ബാഗ്സ് കുറവ്, അണ്ടർ ഐ സർക്കിളുണ്ട്. ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള കളർ കാണാം. ആൻഡ് ഇവിടെ എനിക്ക് ബേണിംഗ് മാർക്ക് ഉണ്ടാവും. ആസ് ഇറ്റ് ഓൾറെഡി ബിഫോർ എനിക്കൊരു ആക്സിഡൻറ്റ് എടുത്ത് ഒരു 6 months ബാക്ക് എനിക്ക് അത്യാവശ്യം വലിയൊരു ആക്സിഡൻറ്റ് നടന്നിരുന്നു. അതിൽ നിന്ന് എനിക്കിവിടെ നല്ലൊരു ഇത്രയും ഭാഗം എൻ്റെ പൊള്ളിപ്പോയിരുന്നു. അത് റിക്കവറി വന്നതാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഇവിടെ ഒരു ബേണിംഗ് മാർക്ക് ഉണ്ട്. അപ്പോൾ
അപ്പോൾ ഇതൊരു കൺസേൺ ആണ്, ഇതൊരു കൺസേൺ ആണ്. ആൻഡ് സി ദർ ഇസ് എ ലിറ്റിൽ റെഡ് ലൈക്ക് ടൈനി റെഡ് മാർക്സ്, അതൊരു കൺസേൺ ആണ്. സോ എന്നെ സംബന്ധിച്ച് നമ്മുടെ കൺസേൺ അനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കളർ കറക്റ്ററിൻ്റെ കളർ വ്യത്യാസം ഉണ്ടാവും, കൺസേൺ പ്ലസ് സ്കിൻ ടോൺ അനുസരിച്ചിട്ട്. സോ ഐ വാസ് ഓൾവേസ് തിങ്കിങ് ഓറഞ്ച് ഈസ് ദ ബെസ്റ്റ് തിങ് ഫോർ മീ. മേക്കപ്പിനെ പറ്റി കുറേ കാര്യങ്ങൾ അറിയുന്ന മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് ഓറഞ്ച് കളർ കറക്റ്ററാണ് ഏറ്റവും ബെറ്റർ. ഓറഞ്ച് കളർ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് കൺസീലർ മാത്രം മതി എന്നാണ്. പിന്നെ മനസ്സിലാവുന്നത് കൺസീലറിന് മുമ്പ് കളർ കറക്റ്റർ യൂസ് ചെയ്ത് കുറച്ചുകൂടി നന്നാവുന്നുണ്ട്. സോ ആദ്യം ഞാൻ കരുതി ഓറഞ്ച് മാത്രം മതി, എനിക്ക് ഓറഞ്ച് മാത്രമാണ് സ്യൂട്ട് ആവാറുള്ളത്. ബട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഓറഞ്ച് മാത്രമല്ല, എനിക്ക് സ്യൂട്ട് ആവുന്ന വേറെ കളേഴ്സ് ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ്. ഇത് മാൾസിൻ്റെ കവർ റേഞ്ചേഴ്സ് കൺസീലർ പാലറ്റാണ്. ഇതിൽ നിന്ന് ഒരു പീച്ച് ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത്. നല്ല പീച്ച്, ഒരു യെല്ലോ പീച്ച് ഷെയ്ഡ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹിയർ ദാറ്റ്സ് വാട്ട് ഐ ആം യൂസിങ്. സി കുറച്ച് ബ്രൈറ്റ് ആണ്. ഐ നോ ദാറ്റ് ദിസ് ഈസ് വൈ ഐ നെവർ യൂസ്ഡ് ഇറ്റ് ബിഫോർ. ഓക്കെ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇങ്ങനത്തെ റെഡ് മാർക്സ് ഉള്ള കൊടുക്കുക, ഒരു പിങ്ക്, ഒരു പീച്ച് പിങ്കിഷ് ആയുള്ള കളേഴ്സ് കൊടുക്കുക. ആൻഡ് ഒരു വയലറ്റ് പ്ലസ് ഒരു ചെറിയ ബ്രൗണിഷ് കളറായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊടുക്കുക. പിമ്പിൾസ്. ഓക്കെ, ദെൻ ഓറഞ്ച് ഈസ് ടു സ്ട്രോങ്, സോ it must be too dark. And around the mouth area. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ബ്ലെൻഡ് ആയാലും കുഴപ്പമില്ല. ബട്ട് ആദ്യം നമ്മൾ കൊടുത്ത കളർ ആ സ്കിന്നിന് ബ്ലെൻഡ് ആയ ശേഷം മാത്രമേ അടുത്ത് വന്ന കളേഴ്സ് ബ്ലെൻഡ് ആയി. ഓക്കെ, ബട്ട് നേരെ ബ്ലെൻഡ് ആവും. കളർ കറക്റ്റ് എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ക്യാമറയ്ക്ക് ഫോക്കസ് ആയിരിക്കും, ബട്ട് എനിക്കെന്നെ കാണാൻ പറ്റില്ല. ഇവിടെ നോക്കിയാൽ എനിക്ക് എന്നെ കാണാൻ പറ്റും, ബട്ട് ഫോക്കസ്ഡ് അല്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഐ ആം നോട്ട് എ ഗ്രേറ്റ് യൂട്യൂബർ ഓർ സംതിങ്. ദാറ്റ്സ് ഇറ്റ്. ഇനി കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള സംഭവമാണ്, ഞാൻ ഓറഞ്ച് കളർ കറക്റ്റ് വാട്ടർ വെറൈറ്റീസ് അപ്ലൈ ചെയ്യും, നേരെ കൺസീലറിലോട്ട് പോകും. ബട്ട് ഓൺലി റീസെൻറ്റ് ടൈമിൽ ഞാൻ മനസ്സിലാക്കി, ഈ കളർ കറക്റ്ററിന് ശേഷം ഏതെങ്കിലും ഒരു ഇലുമിനേറ്റിംഗ് പൗഡർ വെച്ച് സെറ്റ് ചെയ്തിട്ട് കൺസീലർ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും സെറ്റ് ചെയ്താൽ ഗ്രേഷ് ആവില്ല എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് കറക്റ്റ്. സോ ഹിയർ വി ആർ ഗോയിങ് വിത്ത് ഷുഗർ ഇലുമിനേറ്റിംഗ് പൗഡർ. ഓക്കെ, കുറച്ച് പോവാൻ നിൽക്കുന്നതുകൊണ്ടാണ്. That's it. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൺസീലർ അപ്ലൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന 3 കൺസീലർ ഉണ്ട്. ആസ് ഓൾവേസ് ഒരെണ്ണം മിസ്സിംഗ് ആണ്. സോ യൂസ് ചെയ്യുന്ന 2 കൺസീലർ കാണിച്ചു തരാം. ഒന്ന് സ്വിസ് ബ്യൂട്ടിയുടെ പെർഫെക്റ്റ് ലിക്വിഡ് കൺസീലർ ആണ്, 6 gram ഉള്ളി. ദെൻ പാക്കിൻ്റെ സ്പോട്ട്ലൈറ്റ് ലിക്വിഡ് കൺസീലർ ആണ്. ഓണസ്റ്റ്ലി ഞാൻ ഇത് 2 യൂസ് ചെയ്യാറുണ്ട്. ബട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് റേറ്റ്, ആ തരുന്ന റേറ്റിന് കുറേ കൂടി അടിപൊളിയായിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു കൺസീലറാണ്. ഓക്കെ, ആൻഡ് യു നോ വാട്ട്, ഞാൻ ആദ്യമൊക്കെ കണ്ടിട്ട് ടിപ്പിൽ ഇവിടെ കൊണ്ട് കൺസീലർ അപ്ലൈ ചെയ്യും. പിന്നെ എനിക്ക് മനസ്സിലായതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താലും ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ
അവിടെയൊക്കെ കളറായി കൊടുക്കുന്നത്. എവിടേക്കാണോ കളർ കറക്റ്റ് കൊടുത്തത് അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും ഉതിരണം. ഓക്കെ, ലെറ്റ്സ് ബ്ലെൻഡ് ഇറ്റ്. എൻ്റെ മേക്കപ്പ് ബ്രഷൊക്കെ വാഷ് ആവുന്ന സമയമായി. സോ ഈ മേക്കപ്പ് കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി അതായിരിക്കും. ഐ വിൽ ഗോ ആൻഡ് വാഷ് ഓഫ് എവറിത്തിങ്. See the difference? See. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നത് വരുന്നു. പിന്നെ മേക്കപ്പ് നമുക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാൻ പൊതുവെ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ്. സ്കിൻ കെയർ ആണെങ്കിലും കഴുത്തിൽ അപ്ലൈ ചെയ്യണം. എനിക്ക് മടിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ അണ്ടർ ഐ ആ സാധനം കുറേ പോയി, അത്യാവശ്യം നല്ല രീതിക്ക് പോയിട്ടുണ്ട്. സി ദാറ്റ്സ് ഇറ്റ്. യു നോ വാട്ട്, ഓൾമോസ്റ്റ് ഒരു 40% ഓഫ് വുമൻ ആക്ച്വലി ഈ കൺസിലറിന് ശേഷം ജസ്റ്റ് സെറ്റിങ്സ് പൗഡർ ഇട്ട് നിർത്തും. അതിൻ്റെ ആവശ്യമുള്ളവർക്കും മതി. ഓണസ്റ്റ്ലി ഈവൺ ഐ ഫീൽ ലൈക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ബട്ട് സ്റ്റിൽ ഐ വിൽ കണ്ടിന്യൂ ടു ദ ലാസ്റ്റ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി കൺസീൽ ചെയ്ത ശേഷം ഓക്കെ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിങ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗറിൻ്റെ തന്നെയാണ്. ഇത്ര മതി ആക്ച്വലി. ഈവൻ ഐ ഫീൽ ലൈക്ക് ദിസ് ഈസ് എനഫ്. ഓക്കെ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇനി ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു 3 ഫൗണ്ടേഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് മാൾസിൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് 07 ആണ്. ഞാൻ പറഞ്ഞ പോലെ മീഡിയം ടു ഡീപ്പ് സ്കിൻ ടാൻ സ്കിന്നൊക്കെ പറ്റിയിട്ടുള്ള ടോണാണ്. അതിന് ശേഷം ഞാൻ വാങ്ങിയ വേറൊരു ഫൗണ്ടേഷൻ മെബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഇതാണ്. അതിനുശേഷം ഞാൻ വാങ്ങിയ വേറൊരു ഫൗണ്ടേഷൻ പാക്കിൻ്റെ 4.5 ആണ്. പാക്കിൻ്റെ ഫൗണ്ടേഷൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ പാക്കിൻ്റെ ഫൗണ്ടേഷൻസ് കറക്റ്റ് ഷെയ്ഡ് ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ ലൈറ്ററായിരിക്കും അല്ലെങ്കിൽ ഡാർക്കറായിരിക്കും. കറക്റ്റ് ഷെയ്ഡ് ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ ബട്ട് കൺസിസ്റ്റൻസി കവറേജൊക്കെ അടിപൊളിയാണ്. ബട്ട് കളർ ടോൺ മാച്ച് ആവാത്തവർക്ക് ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ബട്ട് നമ്മൾ മിക്സ് ചെയ്യാനായിട്ടാണെങ്കിൽ അടിപൊളി സംഭവമാണ്. സോ PSCയുടെ ദെൻ ലാസ്റ്റ് വാങ്ങിയിട്ടുള്ള ഫൗണ്ടേഷൻ ഇതാണ്. ഡെയിലി ലൈഫ് Forever 52ൻ്റെ എക്ലെയർ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സെറം പോലെ ഇരിക്കും. സെറമല്ല, സെറം പോലെയാണെന്നുള്ളൂ. സെറം പോലെയുമല്ല, സെറത്തിൻ്റെ പോലെയാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സെറം നമ്മൾ ഫേസിൽ ഇട്ട പോലെ ഇരിക്കും. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഇത് നേരെ ഇടാണ്. കുറച്ച് മതി, വളരെ കുറച്ച് മതി. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് പാക്കിൻ്റെ ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്യണം വേണ്ടേ? ഓക്കെ, ലെറ്റ്സ് മിക്സ് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്കത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും രണ്ടും 2 ഷെയ്ഡായിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ? ഒരെണ്ണം ലൈറ്റും ഒരെണ്ണം ഡാർക്കുമാണ്. ബട്ട് അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റാവും. ഇത് അറ്റംപ്റ്റ് ആട്ടോ, കാരണം ഞാൻ ഇതുവരെ ഇത് ഫൗണ്ടേഷൻ ബ്രഷാണ്. ബട്ട് ഇതുകൊണ്ട് അപ്ലിക്കേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബ്ലെൻഡ് ചെയ്തിട്ടില്ല. ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. കൂടിപ്പോയി, എനിക്കറിയാം കൂടിപ്പോകുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇതുകൊണ്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബ്രഷല്ല തോന്നുന്നു. കഴുത്തിൽ പിന്നെയും ഓക്കെയാണ്. ഫേസിൽ ഐ ഡോണ്ട് തിങ്ക് സോ. സി
ഓ മാൻ, നോ നോ നോ. അപ്പോൾ നമ്മുടെ നോർമൽ ഷീറ്റ് പോവാം. See, what do you think? Like എൻ്റെ സ്കിൻ ടോൺ മാറിയ പോലെ തോന്നുന്നില്ലേ? അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? ഓക്കെ ഓക്കെ. സോ ഇത് പലരും ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ പലരും ചെയ്തത് ഞാൻ കണ്ടിട്ടുള്ള സംഭവം, അവർ ആദ്യം ഐ മേക്കപ്പ് ചെയ്യും. ലൈക്ക് ഐ ഷാഡോ, ഐബ്രോ, ഐ ഷാഡോ ഒക്കെ സെറ്റ് ചെയ്യും, കണ്ണെഴുതും. പക്ഷെ ഞാനിപ്പോഴും അത് ലാസ്റ്റിലൊക്കെ വെക്കാറുള്ളൂ. ബിക്കോസ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഉള്ളത് കൊണ്ടാണ്, എനിക്ക് അൺഡ്രൈ സർക്കിൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ലാസ്റ്റിൽ വെക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഐ മേക്കപ്പ് ചെയ്യാം. വളരെ ലൈറ്റായിട്ടുള്ള പരിപാടിക്കാണ് നമ്മൾ പോകുന്നത്. സോ വളരെ ലൈറ്റായിട്ടുള്ള മേക്കപ്പാണിത്. ദിസ് ഈസ് വെരി ലൈറ്റ്. ഇത് മാഴ്സിൻ്റെ തന്നെയാണ്. സി, ഐ ഷാഡോ പാലറ്റാണ്. നോട്ട് ബാഡ്, എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കുക. ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് പോവാം, ഡയറക്റ്റ് പോവാം. ഞാൻ ഡയറക്റ്റ് പോകാം. ഞാൻ അധികം കഴിയുന്നു. ഓൾറെഡി എനിക്ക് ഓൾറെഡി ബ്ലാക്ക് ആയിട്ട് നിൽക്കാറുണ്ട്. ഐ മീൻ ഒരു ടാൻഡാണ്, ഒരു അൺഡ്രൈ സർക്കിൾ ഉണ്ട്. പിന്നെയും ഞാൻ ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര മോശമല്ലേ? അതിൻ്റെ ആവശ്യമാണ്. ബട്ട് യു നോ വാട്ട്, ദാറ്റ്സ് ഗുഡ് തിങ്. മേക്ക് ഇറ്റ് മോർ ടാൻഡ്. ലൈക്ക് ദിസ്. ബട്ട് സ്റ്റിൽ നമ്മളൊരു സെക്കൻഡ് ലെയറിന് ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ കൊടുക്കും അത്യാവശ്യം ലൈറ്റ് ഷെയ്ഡ്. ദിസ് വൺ, സി ദിസ് വൺ, കുറച്ചെടുക്കാവൂ. കുറച്ചെടുത്തിട്ട് ഈ ഒരു ലൈനിൽ ഐലൈനിൽ മാത്രം സ്റ്റാർട്ടിങ്ങിൽ അപ്ലൈ എടുക്കുക. സിംപ്ലി കൊടുക്കുക. ബാക്ക് കൊണ്ട് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ എന്ത് ചെയ്യുക? കുറച്ചെടുക്കുക, ലൈനിൽ മാത്രം കൊടുക്കുക, ബാക്ക് കൊണ്ട് ബ്ലെൻഡ് ചെയ്യുക. ഉണ്ടോ? ഇത്രേ ഉള്ളൂ. നമ്മൾ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഐബ്രോ. ഓക്കെ, ഐബ്രോയെ പറ്റി പറയുമ്പോൾ ഇതിനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കടയിൽ പോയി വാങ്ങിയതാണ്. മിയോണിൻ്റെ ബ്രോ മിയപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒരു ഐബ്രോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇവിടുന്ന് ഐബ്രോ ഭയങ്കര കുറവാണ്. ഇവിടെ വലിയ കുഴപ്പമില്ല. ഐ മീൻ ഇവിടെ കുഴപ്പമുള്ളതോടെ വലിയ കുഴപ്പമില്ലാത്തത്, ഇവിടെ നല്ല കുഴപ്പമുള്ളതുകൊണ്ട്. ആക്ച്വലി ഇവിടുന്ന് താഴത്തോട്ട് എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്. ലൈക്ക് കണ്ടോ, കുറവാണ്. സോ ഞാൻ ഇവിടെ ഒന്നും ഫില്ല് ചെയ്യാറില്ല. ഞാൻ നേരെ അവിടെ മാത്രം ജസ്റ്റ് ഫില്ല് ചെയ്യുള്ളൂ. മിക്കപ്പോഴും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ തന്നെ എന്ത് ചെയ്യും? കുറച്ച് പോയി. എനിക്കൊന്ന് തോന്നുന്നു എന്നെക്കാളും ഭൂതത്തിനെ പോലെ ഉണ്ടല്ലോ. കാരണം എനിക്ക് എന്നെക്കാളും ഭൂതം പോലെ ഉണ്ടല്ലോ. നമുക്കൊന്നുണ്ടോ? ഓക്കെ, കോട്ടെ. അപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. ആൻഡ് യു നോ വാട്ട്, എപ്പോഴും നമ്മളിതും പറഞ്ഞ പോലെ സ്റ്റെപ്പ് ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പ് ഒരു ടൈം കൊടുക്കണം. എസ്പെഷ്യലി ആഫ്റ്റർ കൺസീൽ അത്യാവശ്യം ടൈം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് കുറേ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബട്ട് പേഴ്സണലി എനിക്കും അത് തോന്നിയിട്ടുണ്ട്. മേക്കപ്പ് ഇട്ട ശേഷം എസ്പെഷ്യലി ആഫ്റ്റർ കൺസീൽ ഒരു ഗ്യാപ്പ് കൊടുക്കണം എപ്പം ബെറ്റർ ആണെന്നുള്ളത്. ഓക്കെ, ഇനിയും എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്നത് കളർ ബാറിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണിത്. ഞങ്ങളുടെ ബാർ പ്രോഡക്റ്റ്, ഇത് കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ്. കുറച്ച് മാത്രം എടുക്കുക.
ചെയ്യാം. സിമ്പിൾ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനിയുള്ളത് ഓപ്ഷണലാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ബെറ്റർ ടു ഡു. മറന്നുപോയി, ലിപ് ബാം യൂസ് ചെയ്യാൻ ആദ്യമേ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഹൈഫ്രണ്ട് തന്നെ സ്പോൺസർഡ് എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റാണ്, ബട്ട് റിയലി ഗുഡ് പ്രൊഡക്റ്റ്. ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ്. ലിപ് ബാമാണ്. ഇനിയുള്ളത് ഐലൈനർ എഴുതണം. ഓക്കെ, ഐലൈൻ ചെയ്യാം. ആൻഡ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കെ ബ്യൂട്ടിയുടെ ഞാൻ യൂസ് ചെയ്യണത് കെ ബ്യൂട്ടിയുടെ ഒരു ഐലൈനർ, ഹൈലൈറ്റർ, ദിസ് കാജൽ ആൻഡ് ഒരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കെ ബ്യൂട്ടിയുടെ ഈ ഒരു പ്രൊഡക്റ്റാണ്, ഈ ഒരു ഐലൈനറാണ്. കാരണം ഒട്ടും സ്മഡ്ജാവില്ല, ഒട്ടും. ഓക്കെ, ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് കണ്ടു ചെയ്തത്. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു. ഞാൻ എടുത്ത് കണ്ടുപിടിച്ച ഐഡിയ ആണിത്. നമുക്കൊരു ഡോട്ട് ഇടുക, കണക്ട് ചെയ്യുക. ഫ്ലോപ്പായി. കണ്ടിന്യൂ. ഫ്ലോപ്പായിട്ടില്ല, ഫ്ലോപ്പായാനെ ജസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഇപ്പുറത്തും ചുരുക്കാം. അത്രേ ഉള്ളൂ. ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക്ക് എൻ്റെ ലിപ്സ്റ്റിക് കോംബോ ആണിത്. ഒന്ന് പാക്കിൻ്റെ ഏതായിരുന്നത്, ബ്രോക്കൺ ഹേർട്ട്. ഇതൊരു യൂട്യൂബർ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ്. അവർ പറയുന്ന അത്ര ഹൈപ്പൊന്നുമില്ല. എല്ലാ ഇവർ പറഞ്ഞ ഡസ്കി സ്കിന്നും എല്ലാ സ്കിൻ ടോണും ഇതുപോലെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നിയത് എനിക്കത്ര ചെയ്യുന്നില്ല എന്നാണ്. സോ പക്ഷേ ഞാനത് മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് ചേരണമെന്ന് തോന്നുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മാഴ്സിൻ്റെ കോറസ് ഗേൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. ഇത് മിസ്സിംഗ് ആയിരുന്നു, ഈ അടുത്ത് കാറിക്കിടന്ന് കിട്ടിയതാണ്. See, that's it. ഇത് ചുണ്ട് കുറച്ച് ചെറുതാണ്, പക്ഷെ ഞാനത് എൻഹാൻസ് ചെയ്യാൻ നോക്കിയുള്ള എനിക്ക് ചുണ്ട് ഇഷ്ടം. ലിപ് ലെയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തെടുക്കുക. നല്ല വെയിലാണോ? സംസാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കണ്ടെഴുതിയ മെയിൻ വൺ, ബ്ലഷ്, കോണ്ടോർ, ഹൈലൈറ്റർ. ഞാൻ ആദ്യം എപ്പോഴും കോണ്ടോർ ചെയ്യാം. ഇനി എന്ത് ചെയ്യാറ്, ബട്ട് ഇപ്പോൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോണ്ടോർ രണ്ടെണ്ണമായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന് മേക്കപ്പ് റിവല്യൂഷൻ്റെ കോണ്ടോർ സ്റ്റിക്ക്. സി ദിസ് വൺ, ഗുഡ് വൺ. മേക്കപ്പ് റിവല്യൂഷന് തന്നെ സൂപ്പർ ബ്രോൺസർ പൗഡർ, വെരി ഗുഡ് വൺ. വെരി ഗുഡ് വൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗുഡ് വണ്ണിലേക്ക് പോവാം. നമുക്കൊരു സ്റ്റിക്ക് എടുക്കുന്നുള്ളൂ. അപ്പം എൻ്റെ ഫേസ് എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്ക് കുറച്ച് വണ്ണം ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട്
എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ചെറിയ ലൈൻ. ഓക്കെ, പിന്നെ ഇവിടെ മൂക്കിൻ്റെ അവിടെ കാരണം നമ്മുടെ ഹൈലൈറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ കോണ്ടോർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കണ്ടോ ലിപ് ലൈൻ അങ്ങനെ വേണം കോണ്ടോർ ചെയ്യാനായിട്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എനിക്ക് പറയുന്നത് ഹേർട്ട് ഷേപ്പ് ഫേസിൻ്റെ കാര്യമാണ്. എൻ്റെ ഒരു ഹേർട്ട് ഷേപ്പ് ഫേസാണ്. ഓക്കെ, ഇവിടെ സ്പോൺ ചെയ്യട്ടെ. എന്നിട്ട് ഇതൊന്ന് ഡാബ് ചെയ്ത് see I can't all. Okay, ഇത് ശരിയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇനി ബ്ലഷും ഹൈലൈറ്ററും. ഹൈലൈറ്റർ കംസ് ലാസ്റ്റ്, ബ്ലഷ് ഗോസ് ഫസ്റ്റ്. ഇതൊരു സ്പോൺസറായിട്ട് കിട്ടിയതാണ് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ആൻഡ് ചീക്ക് ക്യൂഷൻ മൂസ്. കുറച്ചെടുക്കാം. അപ്ലൈ ചെയ്യാം. Contour done. Also, blush done. Then highlighter. My top favorite highlighter ever. K Beauty highlighter ആണ്. ഏത് ഫ്ലേവർ വളരെ കുറച്ച് മാത്രമേ എടുക്കാവൂ, വളരെ കുറച്ച്. ബിക്കോസ് വളരെ കുറച്ചിൻ്റെ ആവശ്യം മാത്രമേ. when it comes to highlighter we only need a very tiny little amount. ഈ ഭാഗത്ത് കൊടുക്കുക. ഭയങ്കര ഹൈഡ്രേഷൻ കണ്ടോ. നമ്മളുണ്ട് ഇതും ഇതും കൊടുക്കുക. നോസിൻ്റെ ഈ ബ്രിഡ്ജിൻ്റെ ഇവിടെ വേണ്ടി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ലൈൻ ഇട്ട് കൊടുക്കാം. See, that's it. Makeup done. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഫിക്സിങ് സ്പ്രേ കൊടുക്കാം. ഇന്ന് വേണം മേക്കപ്പ് പോവും. ഇത് ലോറിയൽ പാരീസിൻ്റെ ഇൻഫെയിലബിൾ 3 സെക്കൻഡ് സെറ്റിംഗ് മിസ്റ്റാണ് യൂസ് ചെയ്തതിൽ. ഇതും പിന്നെ ഒരു ഫേസ് സ്റ്റാൻഡേർഡ് ഇത് 3 യൂസ് ചെയ്യുന്ന സ്പ്രേസ്. ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ്, വിയറ്റ്നാമിൽ മേടിച്ചതാണ്. ഇതിനി എടുത്ത് നൈക്കിന്ന് മേടിച്ചതാണ്. ഇതൊന്നും സ്പോൺസേർഡ് അല്ല, ഇതുമല്ല. പക്ഷേ യൂസ് ചെയ്ത് എനിക്ക് ഉള്ളതിൽ ബെറ്ററായിട്ട് ഫീൽ ചെയ്തത് ലോറിയൽ പാരീസിൻ്റെ ഇൻഫെയിലബിൾ 3 സെക്കൻഡ് സെറ്റിംഗ് ആണ്. കൊടുക്കാം. ആവശ്യമില്ല കേട്ടോ, ഞാൻ പൊതുവെ കുറച്ച് നോക്കാം. കഴിഞ്ഞു. ഇനി ഹെയർ. ഓൾറെഡി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചതാണ്. സോ മാത്രമല്ല എൻ്റെ ഹെയർ സ്റ്റൈലും ഓപ്പൺ ഹെയർ സ്റ്റൈലുമാണ്. സോ വി ആർ ഗോയിങ് ലൈക്ക് ദിസ് ഓൺലി.
കോസ്റ്റ്യൂം ചെക്ക്.